ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല പലപ്പോഴും തിരിഞ്ഞു മറിയുന്നത്. പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അയാളെ ഉൾക്കൊള്ളാൻ മനസ്സ് മടിക്കുമ്പോൾ, അവിടെ തുടങ്ങുകയാണ് ചില മനുഷ്യരുടെ ജീവിതത്തിലെ വലിയ നാടകങ്ങൾ. അനന്യയുടെ ജീവിതത്തിലും സംഭവിച്ചത് അതുതന്നെയായിരുന്നു. കയ്യിലെ മെഹന്തിയുടെ ചോപ്പ് പോലും മാഞ്ഞു പോയിട്ടില്ല. വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് ഒരാഴ്ച. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം കഴുത്തിലെ ആ നേർത്ത താരയിലേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. സിദ്ധാർത്ഥ് മുറിയിലേക്ക് കടന്നു വന്നു. കയ്യിൽ കോളേജ് ബാഗും ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചുവിട്ട അവസ്ഥയിലും അവൻ തികച്ചും ശാന്തനായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക കാന്തികയുണ്ടായിരുന്നു. അനന്യ. അവൻ്റെ ശബ്ദം കേട്ടതും അനന്യ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഭയത്തോടെ അവൾ അല്പം പുറകിലോട്ട് മാറി. എന്താ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കഴിക്കാനൊന്നും എടുക്കുന്നില്ലേ? സിദ്ധാർത്ഥ് വസ്ത്രങ്ങൾ മാറുന്നതിനിടയിൽ പതുക്കെ ചോദിച്ചു. സിദ്ധാർത്ഥ് നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അടുത്തേക്ക് വരും തോറും അനന്യയുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. അവൾ കണ്ണുകൾ ശക്തിയായി അടച്ചു. അവൻ കൈനീട്ടി അവളുടെ താടിയിൽ പതുക്കെ തൊട്ടു. ആ സ്പർശനത്തിൽ അനന്യയുടെ ശരീരം ഒന്നാകെ വിറച്ചുപോയി. അവൾ പെട്ടെന്ന് അവൻ്റെ കൈ തട്ടിമാറ്റി. അവൻ്റെ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു ചെറിയ പുഞ്ചിരി മാത്രമായിരുന്നു. എന്താ അനന്യ ഇത്ര ഭയം? ഞാൻ നിന്റെ ഭർത്താവാണ്, അല്ലാതെ വഴിയിൽ പോകുന്ന ആളല്ല. എനിക്കറിയാം. പക്ഷേ എനിക്ക് നിങ്ങളൊരു ഭർത്താവാൻ കാണാൻ കഴിയില്ല. വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം നടന്ന വിവാഹമാണിത്. എനിക്ക് പഠിക്കണം, എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണം. അതിനിടയിലേക്ക് ഇങ്ങനൊരു ബന്ധം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സിദ്ധാർത്ഥ് അവളെ കുറച്ചു നേരം നിശബ്ദനായി നോക്കി നിന്നു. ശരി, അവൻ ശാന്തമായി പറഞ്ഞു. നിന്റെ സമ്മതമില്ലാതെ ഈ സിദ്ധാർത്ഥ് നിന്റെ വിരലിൽ പോലും തൊടില്ല. അത് ഈ ഭർത്താവിൻ്റെ വാക്കാണ്. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം. ഒളിച്ചോടാൻ ശ്രമിക്കും തോറും നീ എന്നിലേക്ക് അടുക്കുകയേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അനന്യ ആ തണുത്ത തറയിലേക്ക് ഊർന്നിരുന്നു. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. സെക്കൻഡ് ഇയർ BSc മാത്സ് വിദ്യാർത്ഥിനിയാണ് അനന്യ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലീവിലായിരുന്ന അവൾ ഇന്ന് വീണ്ടും കോളേജിലേക്ക് പോവുകയാണ്. മനസ്സിലെ വിഷമങ്ങളൊക്കെ മറക്കാൻ അവൾക്കാകെയുള്ള ആശ്വാസം കോളേജും കൂട്ടുകാരികളും മാത്രമായിരുന്നു. ക്ലാസ്സിലെത്തിയപ്പോൾ കൂട്ടുകാരികൾ മീരയും ദിവ്യയും അവളെ പൊതിഞ്ഞു. എടി അനന്യ, എങ്ങനെയുണ്ടടി നിന്റെ ന്യൂ ലൈഫ്? അവൻ ഭയങ്കര സ്നേഹമാണോ? മീര വികൃതിയായി ചോദിച്ചു. അനന്യ ഒരു കൃത്രിമ ശരി വരുത്തി. ഏയ്, കുഴപ്പമൊന്നുമില്ലടി, സാധാരണ പോലെ. ആ, കേട്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങളെ ഒന്നും അറിയിക്കാതെ പെട്ടെന്നൊരു കല്യാണം, അത് കഷ്ടമായി പോയി കേട്ടോ, ദിവ്യ പരാതി പറഞ്ഞു. അതിനിടയിലാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്യൂൺ വന്ന് പറഞ്ഞത്. പിള്ളേരെ, നിങ്ങളുടെ മാത്സ് സാർ ലീവാണ്. പകരം പുതിയ ഗസ്റ്റ് ലെക്ചർ വന്നിട്ടുണ്ട്. അടുത്ത പീരീഡ് പുള്ളിയുടെ ക്ലാസ്സാണ്. കുട്ടികൾക്കിടയിൽ കുട്ടൻസ് ഉരുളാൻ തുടങ്ങി. ആരാണാവോ പുതിയ സാർ? സ്ട്രിക്റ്റ് ആയിരിക്കുമോ അതോ കൂളായിരിക്കുമോ? ബെല്ലടിച്ചു. ക്ലാസ്സിൽ വലിയ ബഹളമായിരുന്നു. പെട്ടെന്നാണ് ആ അടിയച്ചു നിലച്ചത്. ഇടനായിലൂടെ ഒരു പ്രൊഫസർ നടന്നു വരുന്ന ശബ്ദം. കയ്യിൽ പുസ്തകങ്ങളും ഹോൾഡറുമായി അവൻ ക്ലാസ് മുറിയുടെ വാതിലിനടുത്ത് വന്നു നിന്നു. അനന്യ ആ സമയത്ത് പുസ്തകത്തിലെന്തോ വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് എവരി വൺ. ആ ശബ്ദം കേട്ടതും അനന്യയുടെ കയ്യിലിരുന്ന പേന താഴെ വീണു. ആ ശബ്ദം അത് അവൾക്ക് ഏറ്റവും പരിചിതമായ, എന്നാൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ശബ്ദമായിരുന്നു. അവൾ ഞെട്ടലോടെ തലയുയർത്തി നോക്കി. കോട്ടൺ ഷർട്ടും റോൾ ചെയ്ത സ്ലീവുകളുമായി കൈകൾ കെട്ടി നിൽക്കുന്നത് സിദ്ധാർത്ഥ്. അനന്യ ഒരു നിമിഷം നിശ്ചലമായി. അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. നെഞ്ച് പടപട ഇടുക്കാൻ തുടങ്ങി. ഇയാൾ എങ്ങനെ ഇവിടെ? ഇയാൾ കോളേജ് ലെക്ചർ ആയിരുന്നു. അവൾ മനസ്സിൽ ഭയത്തോടെ ഓർത്തു. സിദ്ധാർത്ഥ ക്ലാസ്സിലെ എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ചു. അവൻ്റെ കണ്ണുകൾ അവസാന ബെഞ്ചിലിരിക്കുന്ന അനന്യയിൽ തങ്ങി നിന്നു. എന്നാൽ അവൻ്റെ മുഖത്ത് യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. അവൻ തികച്ചും ഒരു ഗൗരവക്കാരനായ അധ്യാപകനായി മാറിക്കഴിഞ്ഞിരുന്നു. ഐ ആം സിദ്ധാർത്ഥ്.
ഇനി മുതൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് എടുക്കുന്നത് ഞാനായിരിക്കും. മൈ ക്ലാസ് ഈസ് സം റൂൾസ്. എനിക്ക് കൃത്യനിഷ്ഠതയും ശ്രദ്ധയും നിർബന്ധമാണ്. കുട്ടികളെല്ലാം നിശബ്ദരായി. അവൻ പറയുന്നത് കേട്ടു. സിദ്ധാർത്ഥ് ബോർഡിലേക്ക് തിരിഞ്ഞ് ചോക്ക് കഷ്ണം എടുത്തു. അവൻ വലിയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബോർഡിൽ എഴുതിയിട്ടു. സോ, ആർക്കാണ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കഴിയുക? അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ആരും കൈ പൊക്കിയില്ല. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ പതുക്കെ അനന്യയിലേക്ക് നീണ്ടു. അവൻ അവളുടെ പേര് വിളിച്ചു. അനന്യ. അനന്യ വിറച്ചുപോയി. കൂട്ടുകാരികൾ അവളെ തട്ടി വിളിച്ചു. എടി, പുതിയ സാർ നിന്നെ വിളിക്കുന്നു. അവൾ സാവധാനം എഴുന്നേറ്റ് നിന്നു. അവളുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. യെസ് യെസ് സാർ, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ സാർ എന്ന വിളി കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ ആരും കാണാത്തൊരു ചെറിയ ചിരി പടർന്നു. വീട്ടിൽ വെച്ച് സ്വന്തം ഭർത്താവിന് പേര് വിളിക്കാൻ മടിച്ചവൾ ഇപ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ സാർ എന്ന് വിളിക്കുന്നു. എന്താണ് അന്യ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ താഴേക്ക് നോക്കിയിരിക്കുന്നത്? ബോർഡിൽ എഴുതിയത് കണ്ടില്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. കണ്ടു സാർ. ദെൻ കം ഹിയർ, കം ആൻഡ് സോൾവ് ദിസ് പ്രോബ്ലം. അനന്യയുടെ തല ഇടുത്തി വീട്ടിയതുപോലെയായി. ക്ലാസ്സിലെ എല്ലാവരെയും കണ്ണുകൾ അവളുടെ മേലെയായിരുന്നു. അവൾ സാവധാനം നടന്ന് ബോർഡിന് മുന്നിലെത്തി. സിദ്ധാർത്ഥ് അവളുടെ തൊട്ടടുത്ത് നിന്നു. അവൻ്റെ പെർഫ്യൂം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. വീട്ടിൽ വെച്ച് അനുഭവിച്ച അതേ സാമീപ്യം. അവൾക്ക് ചോക്ക് കഷ്ണം വിറക്കുന്ന വിരലുകൾക്കിടയിൽ പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്താ അനന്യ, നെൽക്കൂന്ത് കണ്ടാൽ ആദ്യമായി കണക്ക് കാണുന്ന ആളാണെന്ന് തോന്നുമല്ലോ, സിദ്ധാർത്ഥ് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ അവളുടെ തൊട്ട് പിന്നിൽ വന്നു നിന്നു. ക്ലാസ്സിലെ കുട്ടികൾക്ക് കേൾക്കാൻ കഴിയാത്ത അത്രയും താഴ്ന്ന ശബ്ദത്തിൽ അവൻ അവളുടെ ചെവിക്കടുത്ത് വന്ന് പറഞ്ഞു. വീട്ടിലെ ഭർത്താവിൻ്റെ വിചാരം മനസ്സിലുള്ളത് കൊണ്ടാണോ ഈ കണക്ക് തലയിൽ കയറാത്തത്? അവൾ ദേഷ്യത്തോടും നാണത്തോടും അവനെ ഒളിക്കണ്ണാൽ നോക്കി. സർ പ്ലീസ്, അവൾ കെഞ്ചി. പെൻസിൽ പിടിക്കാൻ അന്യ, അവൻ പതുക്കെ പറഞ്ഞു. അവൾ ചോക്ക് പിടിച്ചപ്പോൾ സിദ്ധാർത്ഥ സ്വന്തം കൈ നീട്ടി അവളുടെ വിരകൾക്ക് മുകളിൽ അമർത്തി പിടിച്ചു. ക്ലാസ്സിലെ കുട്ടികൾ കണ്ടത് പ്രൊഫസർ വിദ്യാനക്ക് കണക്ക് എഴുതാൻ സഹായിക്കുന്നു എന്നാണ്. എന്നാൽ അനന്യ അറിഞ്ഞത് അവൻ തരുന്ന ചൂടും അവൻ്റെ നെഞ്ചിലെ സ്പന്ദനവുമായിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ കൈകളെ നയിച്ചു. ബോർഡിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, മനസ്സിലായോ? അവൻ അവളുടെ കഴുത്തിന് പുറകിൽ തട്ടുന്ന ശ്വാസക്കാറ്റോടെ ചോദിച്ചു. അനന്യ കണ്ണുകൾ അടച്ചുപോയി. മനസ്സിലായി സാർ. ഗുഡ്, നൗ ഗോ ആൻഡ് സിറ്റ് ഡൗൺ. അവൻ കൈവിട്ടു. അനന്യ സ്വന്തം ബെഞ്ചിലേക്ക് ഓടുകയായുണ്ടായത്. അവളുടെ ഹൃദയം ഒരു മദ്ദളം പോലെ കൊട്ടുകയായിരുന്നു. വൈകുന്നേരം 4 മണി. കോളേജ് ബെൽ അടിച്ചു. പുറത്ത് കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആകാശത്ത് ഇടിയും മിന്നലും. അനന്യ ബാഗുമെടുത്ത് ഇറങ്ങാൻ തുനിഞ്ഞപ്പോഴാണ് പ്യൂൺ വന്ന് പറഞ്ഞത്. അനന്യ, പുതിയ സിദ്ധാർത്ഥ് സാർ നിന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. മാത്സ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. കൂട്ടുകാരികൾ അവളെ നോക്കി ആക്കി ചിരിച്ചു. എടീ, എന്താണിത്? പുതിയ സാർ നിന്നെ മാത്രം ലക്ഷ്യം വെക്കുന്ന പോലെ ഉണ്ടല്ലോ. അനന്യ ഒന്നും മിണ്ടാതെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അവളുടെ ഉള്ളിൽ തീയായിരുന്നു. സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തിയപ്പോൾ മറ്റു അധ്യാപകരെ ഒന്നും കണ്ടില്ല. എല്ലാവരും മഴ കാരണം നേരത്തെ പോയിരുന്നു. മുറിയിൽ സിദ്ധാർത്ഥ് മാത്രം തനിച്ചിരുന്ന് പേപ്പറുകൾ നോക്കുന്നു. അവൾ പതുക്കെ വാതിൽ മുട്ടി. കമിൻ. അവൾ അകത്തേക്ക് കയറി വാതിലിനടുത്ത് നിന്നു. സാർ, എന്തിനാ വിളിച്ചത്? സിദ്ധാർത്ഥ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവൻ പതുക്കെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ വാതിൽ പതുക്കെ അടച്ചു ലോക്ക് ചെയ്തു. അനന്യ ഭയത്തോടെ പിന്നിലേക്ക് മാറി. സാർ, ഇത് കോളേജാണ്. വാതിൽ എന്തിനാ അടച്ചത്? ഇവിടെ ആരുമില്ല അനന്യ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ ചുമരിലേക്ക് ചേർന്ന് നിന്നു. അവൻ 2 കൈകളും അവളുടെ ഇരുവശത്തുമായി ചുമരിൽ കുത്തി. അവൾക്ക് മുകളിലേക്ക് ചാഞ്ഞു. ഇപ്പോൾ നമ്മൾ തനിച്ചാണ്. പറയ്, ക്ലാസ്സിൽ വെച്ച് എൻ്റെ കൈ നിൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ നിനക്കെന്താണ് തോന്നിയത്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി ചോദിച്ചു. എനിക്കൊന്നും തോന്നിയില്ല സാർ. ദയവ് ചെയ്ത് മാറണം, അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. കള്ളം. സിദ്ധാർത്ഥ അവളുടെ താടിയിൽ പിടിച്ച് മുഖം തന്നിലേക്ക് തിരിച്ചു.
നിന്റെ ഈ കണ്ണുകൾ കള്ളം പറയുകയാണ് അനന്യ. നിന്റെ നെഞ്ചിടിപ്പ് എനിക്ക് കേൾക്കാം. സർ പ്ലീസ് എന്നെ വിടും, അവൾ വിറച്ചു. വീട്ടിൽ വെച്ചാണെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവാണ്, ഇവിടെ വെച്ചാണെങ്കിൽ നിന്റെ ലെക്ചർ. പക്ഷേ രണ്ട് സ്ഥലത്തും എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്. അവൻ താഴ്ന്ന സ്വരത്തിൽ മന്ത്രിച്ചു. നിന്റെ സ്നേഹം. ക്ലാസ്സിലെല്ലാവർക്കും ഞാൻ കണക്ക് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ എനിക്ക് നിന്നെ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കണം അനന്യ. അവൻ്റെ വാക്കുകൾ ആ ആളൊഴിഞ്ഞ സ്റ്റാഫ് റൂമിൽ മുഴങ്ങിക്കേട്ടു. അനന്യയുടെ ശ്വാസമടങ്ങിപ്പോയി. അവൻ അവളുടെ അതരങ്ങളിലേക്ക് പതുക്കെ അടുത്തേക്ക് വന്നു. അവളിലേക്ക് കൂടുതൽ അടുക്കുന്ന സിദ്ധാർത്ഥിൻ്റെ ശ്വാസക്കാറ്റ് അവളുടെ ചുണ്ടുകളിൽ തട്ടിത്തെറിച്ചു. അവൻ അവളുടെ അരികിലേക്ക് ആഞ്ഞു. അനന്യ ഭയം കൊണ്ടും കണ്ണുകൾ ശക്തിയായി അടച്ചു പിടിച്ചു. പെട്ടെന്നാണ് പുറത്ത് കനത്ത ഇടിമിന്നലുണ്ടായത്. സ്റ്റാഫ് റൂമിലെ ലൈറ്റുകൾ ഒരു നിമിഷം അണഞ്ഞുപോയി. അനന്യ വിറച്ചുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ ഷർട്ടിൽ ബലമായി മുറുക്കി പിടിച്ചു. അറിയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു പോയി. സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു വിജയുടെ ചിരി വിടർന്നു. അവൻ പതുക്കെ അവളുടെ മുടികളിൽ തലോടി. ഇത്രയും പേടിയുള്ളവളാണോ ഈ ലെക്ചറോട് വാശി കാണിക്കുന്നത്? അവൻ അവളുടെ ചെവിയിൽ ആർദ്രമായി ചോദിച്ചു. അനന്യക്ക് പെട്ടെന്നാണ് ബോധം വന്നത്. അവൾ അവനെ ശക്തിയായി തള്ളി മാറ്റി. സിദ്ധാർത്ഥ്, ഇത് തെറ്റാണ്. ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക? അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് കൈകൾ കെട്ടി അവളെ നോക്കി. എൻ്റെ സ്വന്തം ഭാര്യയെ ഞാൻ ചേർത്ത് പിടിക്കുന്നതിൽ ആരാണ് തെറ്റു പറയുക? അനന്യ, പക്ഷേ നിന്റെ ഈ ഭയമുണ്ടല്ലോ, അത് മാറും. ഈ സാർ നിന്നെക്കൊണ്ട് സിദ്ധു എന്ന് വിളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് വരെ ഞാൻ കാത്തിരിക്കും. അവൻ വാതിലിൻ്റെ ലോക്ക് തുറന്നു. മഴ ശക്തമാണ്, കാറിൽ ഡ്രോപ്പ് ചെയ്യാം, വാ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം, അനന്യ വാശിയോടെ പറഞ്ഞു. പുറത്ത് വണ്ടി കിട്ടില്ല, കൂടുതൽ സംസാരിക്കാതെ വാ. അവൻ അവളുടെ ബാഗുമെടുത്ത് മുന്നോട്ട് നടന്നു. മറുത്തു പറയാൻ കഴിയാതെ അവൾ അവന് പിന്നാലെ നടന്നു. കറുത്ത സാൻഡ്രോ കാർ മഴത്തുകൂടി മുന്നോട്ട് നീങ്ങി. ഉള്ളിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നിരുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സിദ്ധാർത്ഥ് ഒളിക്കണ്ണാൽ അനന്യയെ നോക്കി. അവൾ വിരലുകൾ കൂട്ടിക്കുരുക്കി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. തണുപ്പ് കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് AC-യുടെ ടെമ്പറേച്ചർ കുറച്ചു. എന്നിട്ട് കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് തൻ്റെ ജാക്കറ്റ് എടുത്ത് അവളുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. ഇത് പുതക്ക്, തണുത്ത് പനി പിടിച്ചാൽ നാളെ ക്ലാസ്സിൽ വരാൻ പറ്റില്ല. അനന്യ ആ ജാക്കറ്റിലേക്ക് നോക്കി. അതിൽ അവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ മണം നിറഞ്ഞു നിന്നിരുന്നു. അവളത് പതുക്കെ മേലേക്ക് മൂടി. സാർ, നിങ്ങൾ എന്തിനാ ഈ കോളേജിലേക്ക് ജോലിക്ക് ചേർന്നത്? നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ജോലി ഉണ്ടായിരുന്നതല്ലേ? സിദ്ധാർത്ഥ് കാർ വശത്തേക്ക് ഒതുക്കി നിർത്തി. അവൻ അവളുടെ നേരെ തിരിഞ്ഞു. നീ ഇവിടെ പഠിക്കുന്നത് കൊണ്ടാണ് അനന്യ. അവളുടെ കണ്ണുകൾ വിടർന്നു. വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കാതെ പഠിക്കണമെന്ന് പറഞ്ഞ് നീ ഇറങ്ങിപ്പോന്നപ്പോൾ എനിക്ക് നിന്നെ വിട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു ഭർത്താവായി നിന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് സമ്മതമല്ലെങ്കിൽ ഒരു ലെക്ചറായി നിന്റെ കൂടെ ഉണ്ടാവുക. നിന്നിലേക്ക് അടുക്കാൻ എനിക്കാകെ അറിയാവുന്ന വഴി ഇതായിരുന്നു. അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത അനന്യയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു പുരുഷൻ തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്നത് അവളുടെ മനസ്സിലെ മഞ്ഞുമലകളെ അലിയിച്ചു തുടങ്ങിയിരുന്നു. രാത്രി 9 മണി. വീട്ടിലെത്തിയ ശേഷം അനന്യ കുളിച്ച് വസ്ത്രം മാറി വന്നു. സിദ്ധാർത്ഥ് ഹാളിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു. അനന്യ അടുക്കളയിൽ കയറി അത്താഴം തയ്യാറാക്കി. മേശപ്പുറത്ത് ഭക്ഷണം എടുത്തു വെച്ച ശേഷം അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് വന്നു. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ലാപ്ടോപ്പിൽ നിന്ന് തലയുയർത്തി. നീ കഴിച്ചോ? ഇല്ല, കൂടെ കഴിക്കാം എന്ന് കരുതി. സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ ഒരു മനോഹരമായ ചിരി വിടർന്നു. രണ്ടുപേരും ഒന്നിച്ച് അത്താഴം കഴിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇല്ലാത്ത ഒരു ശാന്തത ആ വീടിനുള്ളിൽ പടർന്നിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം സിദ്ധാർത്ഥ് സ്റ്റഡി റൂമിലേക്ക് പോയി. അനന്യ മുറിയിലേക്ക് നടന്നു. കട്ടിൽ കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ അവൻ്റെ മുഖമായിരുന്നു. ക്ലാസ്സിലെ ഗൗരവക്കാരനായ സാർ, സ്റ്റാഫ് റൂമിൽ വെച്ച് ശാഠ്യം പിടിച്ച കാമുകൻ, ഇപ്പോൾ ഈ കാരുണ്യമുള്ള ഭർത്താവ്. ഇതിലേതാണ് അവൻ്റെ യഥാർത്ഥ മുഖം? രാത്രി 11 മണിയോടെ സിദ്ധാർത്ഥ് മുറിയിലേക്ക് കടന്നു വന്നു. അവൻ ലൈറ്റുകൾ അണച്ച് ബെഡ് ലാമ്പ് മാത്രം ഓൺ ചെയ്തു. അനന്യ ബെഡിൻ്റെ ഒരു കോണിലേക്ക് ഒതുങ്ങിക്കിടന്നു.
സിദ്ധാർത്ഥ് പതുക്കെ അവളുടെ അരികിൽ നിന്ന് കിടന്നു. അവൻ അവളുടെ നേരെ തിരിഞ്ഞു. ഉറങ്ങിയില്ലേ അനന്യ? അവൻ പതുക്കെ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. വിറക്കുന്ന കൺപോളകളോടെ ഉറക്കം നടിച്ചു. സിദ്ധാർത്ഥ് കൈനീട്ടി അവളുടെ അഴക്കെട്ടിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ഒതുക്കി നിർത്തി. അനന്യയുടെ ശരീരം വിറച്ചുപോയി. അവൾ ശ്വാസം അടക്കി പിടിച്ചു. ഞാൻ പറഞ്ഞതല്ലേ, നിന്റെ സമ്മതമില്ലാതെ ഞാൻ അതിരുകൾ ലംഘിക്കില്ല. പക്ഷേ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അവൻ അവളുടെ കഴുത്തിൻ്റെ പുറകിൽ ആർദ്രമായി മന്ത്രിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് അവളുടെ പുറത്ത് തട്ടിയപ്പോൾ അനന്യക്ക് ഒളിച്ചോടാൻ തോന്നിയില്ല. പകരം ആ സുരക്ഷിതത്വത്തിൽ അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് കോളേജിൽ കാര്യങ്ങൾ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. കോളേജിലെ സീനിയർ സ്റ്റുഡൻറ്റും ഡിപ്പാർട്ട്മെൻറ്റിലെ തല്ലുകൊള്ളിയുമായ രോഹിത് കുറച്ച് നാളുകളായി അനന്യയെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അനന്യ കല്യാണം കഴിഞ്ഞ കാര്യവും ഭർത്താവ് ആരാണെന്ന കാര്യവും കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് അനന്യ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ രോഹിത് അവളുടെ വഴി തടഞ്ഞു നിന്നു. എന്താടി അനന്യ, കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടല്ലോ. എന്നാൽ പിന്നെ നമ്മളോടൊക്കെ ഒന്ന് സംസാരിച്ചൂടെ? അവൻ അവളുടെ കയ്യിൽ പിടിക്കാൻ കൈനീട്ടി. കൈ മാറ്റടാ രോഹിത്. എന്നെ ശല്യം ചെയ്താൽ ഞാൻ പ്രിൻസിപ്പലിനോട് പരാതിപ്പെടും, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. പ്രിൻസിപ്പളോ? ഏത് പ്രിൻസിപ്പൾ വന്നാലും രോഹിത്തിനൊക്കെ ഒന്നുമില്ലടി. അവൻ ബലമായി അവളുടെ കയ്യിൽ പിടിമുറുക്കി. കൈ വിടടാ, അവൾ നിലവിളിച്ചു. പെട്ടെന്നാണ് അവിടെ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചത്. എവിടെ നിന്നോ പാഞ്ഞെത്തിയ സിദ്ധാർത്ഥ് രോഹിത്തിൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു ഒറ്റവലി. അടുത്ത നിമിഷം രോഹിത് ചുമരിലേക്ക് ചെന്ന് അടിച്ചു വീണു. ക്ലാസ്സിലെ കുട്ടികളും മറ്റധ്യാപകരും ഓടിക്കൂടി. നിനക്ക് ഇത്ര ധൈര്യമുണ്ടടാ ഇവിടെ കയ്യിൽ പിടിക്കാൻ? സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു. അവൻ്റെ രൗദ്രഭാവം കണ്ട് കോളേജ് ഒന്നാകെ ഞെട്ടി. സാർ, അവൾ വെറുമൊരു സ്റ്റുഡൻ്റ് അല്ലേ, അതിന് സാറിനെന്താ ഇത്ര ദേഷ്യം? വീണ് കിടക്കുന്ന രോഹിത് ചോദിച്ചു. സിദ്ധാർത്ഥ് അനന്യയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ വിറക്കുന്ന കൈകൾ സ്വന്തം കൈകൾക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. വെറുമൊരു സ്റ്റുഡൻ്റ് അല്ലടാ ഇവൾ, ഇവൾ എൻ്റെ ഭാര്യയാണ്. സിദ്ധാർത്ഥിൻ്റെ ആ വാക്ക് കോളേജ് മുറ്റത്ത് മുഴങ്ങിക്കേട്ടു. കൂട്ടുകാരികളുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണുകൾ തള്ളിപ്പോയി. അനന്യ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തനിക്ക് വേണ്ടി എല്ലാവരുടെയും മുന്നിൽ നിലകൊള്ളുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ സകല വാശികളും പ്രണയമായി മാറിപ്പെയ്യുകയായിരുന്നു. കൂട്ടുകാരികളായ മീരയുടെയും ദിവ്യയുടെയും വായ അത്ഭുതം കൊണ്ട് അടഞ്ഞുപോയി. ഇത്രയും നാൾ തങ്ങളോടൊപ്പം നടന്ന് സ്വന്തം ഭർത്താവായ പുതിയ പ്രൊഫസറെ സാർ എന്ന് വിളിച്ച് അഭിനയിക്കുകയായിരുന്നു അനന്യ എന്ന സത്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. രോഹിത് പതുക്കെ തറയിൽ നിന്ന് എഴുന്നേറ്റു. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിലെ ആ രൗദ്രഭാവം കണ്ട് അവൻ പേടിച്ചു പോയിരുന്നു. സർ, ഐ ആം സോറി സാർ. എനിക്കറിയില്ലായിരുന്നു അനന്യ സാറിൻ്റെ വൈഫാണെന്ന്, രോഹിത് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇനി എങ്ങാനും ഇവരുടെ നീൾ പോലും നിന്റെ മുന്നിൽ കണ്ടുപോകരുത്. ഗെറ്റ് ഔട്ട്, സിദ്ധാർത്ഥ് ഗർജിച്ചു. രോഹിത് അവിടെ നിന്ന് വേഗത്തിൽ ഓടിപ്പോയി. കുട്ടികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. എന്നാൽ അനന്യ അവിടെ തന്നെ നിന്നു. സിദ്ധാർത്ഥ് ഇപ്പോഴും അവളുടെ വലത് കൈ ശക്തിയായി പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. മീര പതുക്കെ അനന്യയുടെ അടുത്തേക്ക് വന്നു. എടി അനന്യ, ഇതാണോ നിന്റെ ഹസ്ബൻഡ്? പുതിയ മാത്സ് സാറാണോ നിന്റെ ഭർത്താവ്? അനന്യ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ദേഷ്യം പതുക്കെ ശമിച്ചിരുന്നു. അവൾ തല പതുക്കെ താഴ്ത്തി. അതേ മീര, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ദൈവമേ, ഞങ്ങൾ ഇത്രയും നാൾ അറിയാതെ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു. സാർ, സോറി സാർ, ദിവ്യ പരിഭ്രമത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ഇറ്റ്സ് ഓക്കെ, കോളേജിൽ ഞങ്ങൾ പ്രൊഫസറും സ്റ്റുഡൻറ്റും തന്നെയാണ്. നിങ്ങൾ സാധാരണ പോലെ പെരുമാറിയാൽ മതി. അനന്യവ, നമുക്ക് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോകാം. അവൻ അവളുടെ കൈവിടാതെ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് നടന്നു. ആ നിമിഷം സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ നിന്ന് ഒഴുകിയെത്തിയ സുരക്ഷിതത്വം അനന്യയുടെ ഹൃദയത്തിൽ പുതിയൊരു തരംഗമുണ്ടാക്കി. ഇയാൾ എൻ്റേതാണ്, എനിക്ക് വേണ്ടി ലോകത്തോട് മുഴുവൻ പോരാടാൻ മടിക്കാത്ത എൻ്റെ ഭർത്താവ് എന്നവൾ മനസ്സിൽ മന്ത്രിച്ചു.
വൈകുന്നേരം കോളേജ് വിട്ടപ്പോൾ ആരും അവരെ വിചിത്രമായി നോക്കിയില്ല. എന്നാൽ എല്ലാവരുടെയും കണ്ണുകളിൽ ആ പ്രൊഫസറോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുമുള്ള ബഹുമാനം പ്രകടമായിരുന്നു. കാറിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അനന്യ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് സിദ്ധാർത്ഥിൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ സ്റ്റിയറിങ്ങിൽ കൈയമർത്തിപ്പിടിച്ച് റോഡിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്യുന്നു. സർ, അനന്യ പതുക്കെ വിളിച്ചു. അവൻ തല തിരിക്കാതെ ചോദിച്ചു. ഇന്ന് കോളേജിൽ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ എന്താ കാരണം? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കോളേജിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പുറത്ത് പറയരുതെന്ന്? സിദ്ധാർത്ഥ് കാർ പാതയോരത്ത് നിർത്തി. അവൻ അവിടെ നേരെ തിരിഞ്ഞു. നീ എൻ്റെ ഭാര്യയാണ് അനന്യ. മറ്റൊരുത്തൻ നിന്റെ നേരെ കൈനീട്ടുമ്പോൾ അവൻ എൻ്റെ ഭാര്യയുടെ മേലാണ് കൈവെക്കുന്നതെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അവിടെ എനിക്ക് ലെക്ചർ എന്ന പദവിയേക്കാൾ പ്രധാനം ഭർത്താവ് എന്ന പദവിയാണ്. അവൻ്റെ വാക്കുകൾ അനന്യയുടെ കണ്ണുകളെ ഇറനണിയിച്ചു. സോറി സിദ്ധാർത്ഥ്, അവൾ കണ്ണീരോടെ പറഞ്ഞു. എന്തിനാ സോറി? ഇത്രയും നാൾ ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചു. നിങ്ങളുടെ സ്നേഹം കാണുന്നത് ഒടിച്ചോടി. മനസ്സിലെ ഭയം കൊണ്ടും ആവശ്യമില്ലാത്ത വാശി കൊണ്ടും നിങ്ങളെ വേദനിപ്പിച്ചു. സിദ്ധാർത്ഥ് നീണ്ടു നിവർന്ന് അവളുടെ അരികിലേക്ക് ചാഞ്ഞു. അവൻ കൈനീട്ടി അവളുടെ കവളിലൂടെ ഒളിച്ചിറങ്ങിയ കണ്ണീർ പതുക്കെ തുടച്ചു മാറ്റി. മണ്ടൂസ്, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. നിന്റെ മനസ്സ് പൂർണ്ണമായി എനിക്ക് തരണം എന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ബലമായി പിടിച്ചെടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. നീയായിട്ട് എൻ്റെ നെഞ്ചിലേക്ക് എന്ന് ചായുന്നുവോ അന്ന് മാത്രമാണ് നമ്മുടെ ബന്ധം പൂർണ്ണമാകുന്നത്. അനന്യ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ വാത്സല്യവും അതിരറ്റ പ്രണയവും മാത്രമായിരുന്നു. രാത്രി വീട്ടിലെത്തിയപ്പോൾ മഴ കൂടുതൽ ശക്തിപ്പെട്ടു. ആകാശത്ത് ഇടിയും മിന്നലും ആവർത്തിച്ചുണ്ടായി. സിദ്ധാർത്ഥ ഡ്രസ്സ് മാറി സ്റ്റഡി റൂമിലേക്ക് പോയി. കോളേജിലെ അസൈൻമെൻറ്റുകളും പേപ്പറുകളും നോക്കുന്ന തിരക്കിലായിരുന്നു അവൻ. അനന്യ അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവങ്ങൾ, ഇന്ന് കോളേജിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ, സിദ്ധാർത്ഥിൻ്റെ സ്നേഹം എല്ലാം അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. ഇനി എന്തിനാണ് താൻ ഈ വാശി പിടിക്കുന്നത്? എന്തിനാണ് ഈ പ്രണയത്തെ തള്ളി പറയുന്നത്? തനിക്കവനെ ജീവനാണ്. ആ സത്യം ഇനി ഒളിച്ചു വെക്കാൻ കഴിയില്ല. അവൾ 2 കപ്പ് കാപ്പിയും എടുത്ത് സ്റ്റഡി റൂമിലേക്ക് നടന്നു. വാതിലിൽ പതുക്കെ മുട്ടി അവൾ അകത്തേക്ക് കയറി. സിദ്ധാർത്ഥ് തലയുയർത്തി നോക്കി. ആ അനന്യ, കാപ്പിയോ? വെച്ചോളൂ, ഞാനത് കഴിഞ്ഞ് കുടിച്ചോളാം. അവൾ കാപ്പി മേശപ്പുറത്ത് വെച്ചു. പക്ഷേ തിരികെ പോയില്ല. അവൾ അവിടെ തന്നെ നിന്നു. എന്താ അനന്യ, എന്തെങ്കിലും വേണോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അനന്യ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. അവളുടെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ മേശപ്പുറത്ത് വെച്ചിരുന്ന് അവൻ്റെ സ്വന്തം കൈകൾ ചേർത്ത് പിടിച്ചു. സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി. അവൻ എഴുന്നേറ്റ് അവളുടെ മുന്നിൽ നിന്നു. അനന്യ, എന്താ പ്രശ്നം? അനന്യ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർന്നിരുന്നു. അവൾ കൈകൾ ഉയർത്തി അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. സിദ്ധാർത്ഥിൻ്റെ ശരീരം നിശ്ചലമായി. അവൻ്റെ ശ്വാസം നിലച്ചുപോയി. ഇത്രയും നാൾ താൻ കാത്തിരുന്ന ആ നിമിഷം, താൻ തടവിലാക്കാൻ ആഗ്രഹിച്ച ആ പക്ഷി സ്വയം തന്നിലേക്ക് പടർന്നു വന്നിരുന്നു. അനന്യ, അവൻ മന്ത്രിച്ചു. എനിക്ക് തണുക്കുന്നുണ്ട് സിദ്ധാർത്ഥ്, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം മുളപ്പിച്ച് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഈ സാറിൻ്റെ ക്ലാസ്സിൽ എനിക്കിനി തോൽക്കാൻ വയ്യ. എന്നെ സ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിച്ചോളൂ. സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ ആനന്ദത്തിൻ്റെ 1000 മണിമുഴക്കങ്ങൾ ഉണ്ടായി. അവൻ അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ശക്തമായി ചേർത്ത് പിടിച്ച് അവളെ തന്നിലേക്ക് ഒതുക്കി നിർത്തി. നീ എന്താണിപ്പോൾ പറഞ്ഞത്? അവൻ അവളുടെ മുഖം പതുക്കെ ഉയർത്തി ചോദിച്ചു. എനിക്ക് നിങ്ങളെ വേണം സിദ്ധാർത്ഥ്, എൻ്റെ ഭർത്താവായി, എൻ്റെ ജീവനായി. അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി ആദ്യമായി സ്വന്തം മനസ്സ് തുറന്നു പറഞ്ഞു. സിദ്ധാർത്ഥ് അവളെ വാരി പുണർന്നു. ഇത്രയും നാൾ ഉള്ളിൽ അടക്കി പിടിച്ച് സകല പ്രണയവും അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് പകർന്നു നൽകി. അനന്യ അവൻ്റെ ചുംബനങ്ങൾ സ്വയം മറന്നു. അവൻ അവളെ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. കട്ടിലിൽ അവളെ കിടത്തുമ്പോൾ പുറത്ത് മഴ ഏറ്റവും ഭീകരമായ രൂപത്തിൽ പെയ്യുന്നുണ്ടായിരുന്നു.
എന്നാൽ ആ മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ മനോഹരമായ വസന്തം വിരിയുകയായിരുന്നു. അവൻ്റെ ഓരോ സ്പർശനത്തിലും അനന്യ തൻ്റെ വാശികളെയും ഭയങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കി. അവരുടെ ഹൃദയമിടിപ്പുകൾ ഒന്നായി മാറി. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ആ രാത്രിയിൽ അവർ ഒന്നായി തീർന്നു. പിറ്റേന്ന് പ്രഭാതം ജനലോട് അടിച്ചു വെയിൽ അനന്യയുടെ കണ്ണുകളിൽ തട്ടി. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. സ്വന്തം തല സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിലായിരുന്നു. അവൻ ഒരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുറങ്ങുകയാണ്. അവൻ്റെ മുഖത്തെ ശാന്തത കണ്ടപ്പോൾ അനന്യയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. അവൾ പതുക്കെ വിരലുകൾ ഉയർത്തി അവൻ്റെ മീശയിലും താടിയിലും തടവി. സിദ്ധാർത്ഥ് പതുക്കെ കണ്ണു തുറന്നു. അവൻ്റെ വശ്യമായ ചിരി കണ്ടപ്പോൾ അനന്യ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും മുഖം ഒളിച്ചു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ വൈഫ്, അവൻ അവളുടെ മുടിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, അവൾ മന്ത്രിച്ചു. ഇപ്പോൾ ആരാണ് ജയിച്ചത്, ലെക്ചറോ അതോ വിദ്യാർത്ഥിനിയോ? അവൻ തമാശയോടെ ചോദിച്ചു. അനന്യ തലയുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. രണ്ടുപേരുമല്ല, നമ്മൾ രണ്ടുപേരുടെയും പ്രണയമാണ് ജയിച്ചത്. അവൾ അവൻ്റെ കവളിൽ ആർദ്രമായി മുത്തി. സിദ്ധാർത്ഥ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. കോളേജിൽ അവർ എത്തുമ്പോൾ ഇന്നും അവൻ ഗൗരവക്കാരനായ മാത്സ് പ്രൊഫസറാണ്. അവൾ മിടുക്കിയ സ്റ്റുഡൻ്റാണ്. എന്നാൽ ആ ക്ലാസ് മുറിയിലെ ഓരോ വാക്കിനും അപ്പുറം അവർക്കിടയിൽ മായാത്തൊരു പ്രണയബന്ധം വിരിഞ്ഞു കഴിഞ്ഞിരുന്നു. വാശിയോടെ തുടങ്ങിയൊരു ബന്ധം സ്നേഹത്തിൻ്റെ ലളിതമായ കണക്കുകൾ കൊണ്ട് ആ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മനസ്സ് കീഴടക്കി.